തിരുവനന്തപുരം ജില്ലയിലെ ആറ്റുകാലിൽ ജീവനൊടുക്കിയ 27-കാരി ആരതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്ന വാർത്ത പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഓരോ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുമ്പോഴും ഇനി ഒരു പെൺകുട്ടി പോലും ആത്മഹത്യ ചെയ്യരുത് ഭർതൃപീഡനത്താൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. പക്ഷേ ഇപ്പോൾ ആരതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്ന് ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നു. ദീർഘനാളായി പെൺകുട്ടി കടുത്ത പീഡനം നേരിട്ടതായി ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരിക്കുകയാണ്. മർദ്ദനത്തിന്റെ വിവരങ്ങൾ പലരോടും പങ്കുവച്ചിരുന്നുവെങ്കിലും തന്റെ വിഷമം കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് ആരതി കുറിപ്പിൽ പറയുന്നത്. അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. തന്റെ സ്വർണം പല ആവശ്യങ്ങൾക്കായി ഭർത്താവ് അതിന് നൽകിയിരുന്നു. അതിലുമായി ഇനിയും മുന്നോട്ട് പോകാൻ കഴിയില്ല, മറ്റു വഴിയില്ലാത്തതിനാൽ ജീവനൊടുക്കുന്നു എന്നാണ് ആരതി കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. എന്തായാലും ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് ആത്മഹത്യാ കുറിപ്പിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ആരതിയുടെ മരണത്തിൽ ഭർത്താവ് അതുലിന്റെ അറസ്റ്റ് ഇതിനകം തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞു. ആത്മഹത്യാ പ്രേരണാ കുറ്റവും ഗാർഹിക പീഡനവും ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുലിനെതിരെ തെളിവുകളുണ്ട് എന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. അതുലിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഭർത്താവ് അതുലിന്റെ തുടർച്ചയായ പീഡനം മൂലമാണ് ആരതി ജീവനൊടുക്കിയത് എന്ന് കുടുംബം ആരോപിച്ചിരുന്നു. യുവതിയുടെ ശരീരത്തിൽ 13 മുറിവുകളാണ് ഉണ്ടായിരുന്നത്. മർദ്ദനമേറ്റതിന്റെ അടയാളങ്ങളും ഇൻക്വസ്റ്റിൽ കണ്ടെത്തിയിരുന്നു. 1.5 വർഷം മുൻപായിരുന്നു ആരതിയുടെയും അതുലിന്റെയും വിവാഹം നടന്നത്. ഇരുവരും വർക്കലയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. വർക്കലയിലെ വാടക വീട്ടിലാണ് ആരതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവാഹം കഴിഞ്ഞ് 3-ാം മാസം മുതൽ ആരതി ഭർതൃപീഡനം നേരിട്ടു എന്നാണ് കുടുംബം തന്നെ പറയുന്നത്. ഭർത്താവ് ശാരീരികമായി ഉപദ്രവിച്ചതിന്റെ ദൃശ്യങ്ങൾ ആരതി അമ്മയ്ക്ക് അയച്ചു നൽകിയിരുന്നു എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. 50 പവൻ സ്വർണം വിവാഹ സമയത്ത് കുടുംബം ആരതിക്ക് നൽകിയിരുന്നു. അതിൽ പല ഘട്ടത്തിലായി ഇത് പണയം വെക്കുകയും ഏറ്റവും ഒടുവിൽ 8 ലക്ഷം രൂപയ്ക്ക് സ്വർണം വിൽക്കുകയും ചെയ്തു. തുടർന്ന് കാറ് വാങ്ങി എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ഇതെല്ലാം ഇരുവരും തമ്മിലുള്ള വഴക്കിന് കാരണമായിരുന്നു. പിന്നീടും പണം ആവശ്യപ്പെട്ട് അതുൽ ആരതിയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു. അങ്ങനെ ഉപദ്രവം സഹിക്കവയ്യാതെയാണ് ആരതി ഒടുവിൽ ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചത് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും ആരതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്.